ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മുടെ കേരളത്തിലുള്ള സർക്കാർ ആശുപത്രികളെല്ലാം തകർന്നിരിക്കുന്നു, അല്ലെങ്കിൽ തകരാൻ പോകുന്നു, തകർന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ചില ആളുകൾ നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഉണ്ട് കേട്ടോ. കുറച്ച് പേജുകളിലൂടെ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും ശരിയായ നടപടിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കേരളത്തിലെ ആരോഗ്യരംഗത്ത് കുറച്ച് വീഴ്ചകളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കേ പറ്റുള്ളൂ. പക്ഷേ എന്ന് കരുതി കേരളത്തിലെ ആരോഗ്യരംഗം മുഴുവൻ അങ്ങ് തകർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് നാശത്തിന്റെ വക്കിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് ശരിയല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു 5, 6 വർഷം കൊണ്ടുള്ള കാര്യം എടുത്തു തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ചുറ്റുപാടുമുള്ള ആ ഹോസ്പിറ്റലുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സർക്കാർ ഹോസ്പിറ്റലുകളും സ്കൂളുകളൊക്കെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട് കേട്ടോ. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 100 പേഷ്യൻസിനെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ വരുന്ന രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് 200, 300 ഒക്കെയാണ്. അപ്പം അതുകൊണ്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഹോസ്പിറ്റലുകളെ സംബന്ധിച്ച്, ഡോക്ടർമാരെ സംബന്ധിച്ച്, ജീവനക്കാരെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്ന് കരുതി അതൊരു വലിയൊരു ആനക്കാര്യമായിട്ട് പർവ്വതീകരിച്ച് കാണിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് ശരിയല്ല കേട്ടോ. കാരണം ഒരുപാട് ആളുകളുടെ അത്താണിയാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ രാഷ്ട്രീയം കളിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു നിലപാടല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. നിങ്ങൾക്കെല്ലാം വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ സർക്കാർ ആശുപത്രികളിൽ നിന്ന് നേരിട്ടിട്ടുണ്ടാവും, സത്യം തന്നെയായിരിക്കും. പക്ഷേ എന്ന് കരുതുന്നത് മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും മോശമാണ് എന്ന് പറയുന്നത്, അതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല. പക്ഷേ നമ്മുടെ സത്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ അത് പറയാതെ നമ്മൾ മടിച്ച് നിൽക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് പറയണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹം തോന്നുന്നവരുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളുടെ കാര്യമാണ്. എനിക്ക് എൻ്റെ അഭിപ്രായം തുറന്ന് പറയുക എന്നുള്ളതാണ് എൻ്റെ താല്പര്യം, എൻ്റെ ഇഷ്ടം അങ്ങനെ, എൻ്റെ രീതി അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, നിങ്ങൾ വെറുതെ എന്താണ് നമ്മൾ ഒരു സിസ്റ്റത്തിന് മുഴുവൻ അങ്ങ് അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല കേട്ടോ. നമുക്കെല്ലാവരും രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ മുതലെടുപ്പ്, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താതിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ പറയാം. ഓക്കെ, ബൈ.